അങ്ങനെ ഞാൻ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ചരിത്രം ചിത്രങ്ങളിലൂടെ ഡൈസ് എൻ്റെ കയ്യിലുണ്ട്. ഇന്നത്തെ ഫോട്ടോ ഏതാണെന്ന് നോക്കാം. നമ്പർ 6. വാ, ഇത് മിമിക്സ് പരേഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ എന്ന വീഡിയോ കാസറ്റിൻ്റെ ഉദ്ഘാടനമാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് കലാപീഠത്തിൻ്റെ സെക്രട്ടറി ശ്രീ കലാധരൻ മാസ്റ്റർ എന്ന് ഞാൻ വിളിക്കുന്ന ശ്രീ കലാധരൻ, അദ്ദേഹമാണ് ഇത് വിളക്ക് കൊളുത്തുന്നത്. വളരെ ഐശ്വര്യമുള്ളൊരു വിളക്ക് കൊളുത്തലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വീഡിയോ കാസറ്റാണെന്ന്. സെൻസർ ചെയ്തിറക്കിയത്. ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് വീഡിയോ കാസറ്റുകൾ ഇങ്ങനെ ഇറങ്ങാറുണ്ട്, നമ്മളൊക്കെ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് അത് സെൻസർ ചെയ്ത് ഇറക്കുന്ന ആദ്യത്തെ വീഡിയോ കാസറ്റാണ് ഇതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഏതായാലും എനിക്ക് ഈ വീഡിയോയോടുള്ളൊരു താല്പര്യം വന്ന 1900 തുടക്കം മുതലേ ഉണ്ടെങ്കിൽ പോലും 84-ലാണ് അന്ന് ഞാൻ വീഡിയോഗ്രാഫി ജോയിൻ ചെയ്തു. സ്റ്റിൽ ക്യാമറ, ബേസിക്കലി എന്നിലൊരു ക്യാമറമാൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം കാസറ്റുകളുടെ എല്ലാം വ്യത്യാസങ്ങൾ. സാധാരണ VHS കാസറ്റ് എന്താണ്, യുമാറ്റിക് എന്താണ്, ഇപ്പോൾ ബീറ്റ എന്താണ്. പണ്ടൊക്കെ 2 ഇഞ്ച് വലിപ്പമുണ്ട് പഴയ വീഡിയോ കാസറ്റിനൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചു. അന്ന് തന്നെ ഇതിനോട് വലിയ താല്പര്യമായിരുന്നു. 87-ൽ ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്ത് അവിടെ അജ്മാൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയുടെ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ എൻ്റെ സുഹൃത്ത് വിഷ്ണു, അദ്ദേഹം എന്നെ ആ സ്റ്റുഡിയോ കാണിക്കാൻ, അതുപോലെ വിനോദ് കൊല്ലന്നൂർ, ഇവരൊക്കെ എന്നെ അവിടെ സ്റ്റുഡിയോ കാണിക്കാൻ കൊണ്ടുപോയി. ആദ്യം ഞാൻ രവിയെ പോയി, ആർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. കാരണം വെച്ചാൽ ഒരു വലിയ ഫ്ലോർ ഞാൻ നോക്കാം. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഫ്ലോർ, ഏകദേശം ആ ഫ്ലോറിൻ്റെയൊക്കെ ഒരു പകുതിയുള്ളൊരു ഫ്ലോർ, നമ്മുടെ ഇവിടുത്തെ ചാനലിൻ്റെയൊക്കെ പകുതി. ആ ഫ്ലോറിൽ ഞാൻ നോക്കുമ്പം കുറേ കളിപ്പാട്ടങ്ങളും സംഭവങ്ങളുമായിട്ട് ഇങ്ങനെ കിടക്കുക നീളത്തിൽ. എന്താണെന്ന് വയ്ക്കുമ്പോൾ ഇത് കുട്ടികളുടെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്ലോറാണ്. അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ഓട്ടോമൊബൈൽസ്, കാറൊക്കെ കിടക്കുന്നു, കുറേ ആക്സസറീസ്. അപ്പോൾ ഇത് അതിനെക്കുറിച്ചുള്ള അവിടെ സ്ഥിരം ഇട്ടിരിക്കുക, അപ്പോഴത്തേക്ക് ഇടുകയല്ല, അതിനെക്കുറിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഫ്ലോറാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നോക്കിയപ്പോൾ പാചകത്തിൻ്റെ ഒരു വലിയ കിച്ചൺ നമ്മളിവിടെ കാണുന്ന ചാനലിലെ കിച്ചൻ്റെയൊക്കെ ഒരു 4 ഇരട്ടി വലിപ്പമുണ്ട് ആ കിച്ചൺ. അതിനപ്പുറത്ത് നോക്കുമ്പോൾ ഒരു മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, അതുപോലൊരു സൂപ്പർ മാർക്കറ്റാണ് അത്. ആ സാധനങ്ങൾ മുഴുവൻ നിരത്തി വെച്ചിരിക്കുക. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ക്ലാസ്സാണ് അവിടെ വെച്ച്. അതിൻ്റെ ഒരു ഫ്ലോറാണ്. അതിൻ്റെ അപ്പുറത്ത് ചെല്ലുമ്പോഴേക്കും മറ്റെന്തെങ്കിലും സംഭവങ്ങൾ, ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കും, അപ്പോൾ ഫ്രൂട്ട്സിനെ കുറിച്ചുള്ളതായിരിക്കും. അതിനപ്പുറത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു 10, 15, 20 ഫ്ലോറുകൾ തന്നെ അവിടെ ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ അവിടെ ഒരു അറേബ്യൻ മാർക്കറ്റിൻ്റെ സെറ്റ് ഇട്ടിരിക്കുക. അപ്പോൾ ആ സെറ്റ് അത് മാത്രം, അവിടുത്തെ ലൈറ്റിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം നമ്മളൊരു വലിയ എന്താ പറയുന്ന ഒരു കൊട്ടാരം സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ലൈറ്റിങ്ങിനൊക്കെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. കെൽവിൻ, ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്നൊരു ലൈറ്റ് ഇത്ര കെൽവിൻ ലൈറ്റ്, ഇവിടെ നമ്മൾ 3000 കെൽവിൻ, അവിടെ നമ്മൾ 5000 കെൽവിൻ, ബാക്കിലൊരു 500 കെൽവിൻ. ഇങ്ങനെ ഈ ലൈറ്റപ്പ് സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്റ്റുഡിയോയിൽ ഒരു 3-5 മണിക്കൂറിൻ്റെ പണിയാണ്. അറിയാമല്ലോ, നമുക്കൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാൻ പറ്റും. അവിടെ ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ്. താഴെ ഇറങ്ങി വന്ന് ലൈറ്റ് സെറ്റ് ചെയ്ത് നമ്പർ ഫീഡ് ചെയ്ത് പോയി. നമ്മളന്ന് ഷൂട്ടിങ് കഴിഞ്ഞു. പിറ്റേ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ അടിച്ചു കൊടുത്താൽ നേരെ ലൈറ്റ്സ് എല്ലാം വന്ന് അതേപോലെ നമുക്ക് ലൈറ്റ്സ് തരും. ഇത്രയും സംവിധാനങ്ങൾ അന്ന് 87-ൽ ഇപ്പോഴും ഇവിടെയൊക്കെ ഇതുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. വീഡിയോ കാസറ്റ് കലാഭവൻ്റെ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഭയങ്കരമായ ഒരു ആസ്വാദനവും ഭയങ്കരമായ ഒരു ആക്സെപ്റ്റൻസും ഉണ്ട്. ഒരു കാര്യം ഒന്നും കൂടെ നോക്കാം. ഒരു കാര്യം ചെയ്യും, 50 ദിവസം കൂടെ കുറച്ചുണ്ട്. 2 രൂപ മിനിമം ചാർജ് 2 രൂപ. വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ 2 രൂപ വേണം. റെഡിയാണല്ലോ അല്ലേ? അങ്ങനെ ഒന്ന് വേഗം വിടാ. അപ്പോൾ നമുക്കൊരു കാസറ്റ് എടുക്കണമല്ലോ, കാശാണെങ്കിൽ ഇല്ല. അങ്ങനെ ഞാൻ ഏതായാലും കാസറ്റ് എടുക്കാൻ തീരുമാനിച്ചു. സൈനത്തിന് അതിൻ്റെ കൂടെ ഓഡിയോ കാസറ്റിലൊക്കെ സൈനത്തിന് കൂടെ ഉണ്ടെങ്കിലും സൈനത്തിന് അങ്ങനെ ഒരു കാസറ്റ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനിലോട്ടൊന്നും ഇടപെടാൻ വലിയ താല്പര്യം ഉണ്ടായില്ല. എന്നാൽ സൈനത്തിന് സഹകരിക്കാമെന്ന് പറഞ്ഞു 100%. ഇതിനു വേണ്ടി ഞങ്ങൾ പല സ്ഥലത്തും പോയി. ആദ്യം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി. അന്ന് ദിനേശ് പണിക്കരെയാണ് കണ്ടത്. ദിനേശ് പണിക്കരെ അറിയാമല്ലോ, ഇപ്പം നല്ലൊരു സിനിമാ താരവും സീരിയൽ താരവും അതുപോലെ തന്നെ നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള ദിനേശ് പണിക്കർ. അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായിരുന്നു, രോഹിത് വീഡിയോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാസറ്റ് എടുക്കുക, ഒരു 35,000 രൂപ ഞാൻ തരാം. പക്ഷെ 30,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊന്നും നിൽക്കില്ല. പിന്നെ അവിടുത്തെ റോഷ്നി സ്റ്റുഡിയോ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നൊരു 6-8 മാസം
ഇതിനു വേണ്ടി. അതുപോലെ ഇവിടെ വികാസവാണി സ്റ്റുഡിയോ, അവിടെ ചെന്ന് അവിടുത്തെ ക്യാമറ നോക്കി. അങ്ങനെ അതുപോലെ ബോബി ഹോർമിസ്, അദ്ദേഹമായിരുന്നു ഇവിടുത്തെ രാജാവ്. അദ്ദേഹത്തിൻ്റെ ഉള്ളൂ അന്ന് യുമാറ്റിക് ക്യാമറ ആദ്യം ഉണ്ടായിരുന്ന ആൾ. അപ്പോൾ സകല ഡോക്യുമെൻ്ററീസും ഒക്കെ വർക്കുകൾ കിട്ടിക്കുന്ന ബോബി ഹോർമിസിനായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുക. മാത്രമല്ല ഈ 2 ക്യാമറ 3 ക്യാമറ വെച്ച് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും ചെയ്ത് പരിചയമില്ല. അങ്ങനെയുള്ള മിക്സ് ചെയ്ത പരിപാടികൾക്കൊക്കെ ചെന്നൈയിൽ നിന്നാണ് ക്യാമറമാനും മിക്സ് ചെയ്യുന്ന ആളുമൊക്കെ വരുന്നത്. MX10 എന്നൊക്കെ പറയുന്ന മിക്സർ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ലോ ക്വാളിറ്റി ആണെങ്കിൽ പോലും അന്ന് ഇവിടെ ആരുടെയും ഇല്ല. അങ്ങനെ ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് പ്രോഗ്രാം എടുക്കാൻ തീരുമാനിച്ചു. ബാക്കിലൊരു ബാനർ വേണം. നമ്മൾ ഈ സാധനം ഗൾഫ് ഷോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ബാനറിന് ഒരു കാശ് വാങ്ങാം. അന്ന് ജോസ് ബ്രദേഴ്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് പോലെ നടത്തിയിരുന്നതാണ് റാംപേജ്. എൻ്റെ സുഹൃത്താണ് ബാബു, മഹാരാഷ്ട്ര പഠിച്ചിരുന്നു. റാംപേജിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ബാബുവോട് തന്നെ പറഞ്ഞു, റാംപേജിൻ്റെ ഒരു പരസ്യം നമുക്ക് തരാം, 15,000 രൂപ. ഓക്കെ. ഗൾഫിൽ ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടുമോ, 10,000 കിട്ടുമോ, 50,000 കിട്ടുമോ, ഒരു ഐഡിയ ഇല്ല. ഇതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, ഒരു ഐഡിയ ഇല്ല. വിദേശത്തേക്ക് കേരളത്തിൽ എത്ര കാസറ്റ് പോകും, ആ ഒരു ഐഡിയ ഇല്ല. അങ്ങ് എടുക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് ഞാൻ റെൻറ്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്, എനിക്ക് വീടില്ല. എന്നാലും കുറച്ച് സ്ഥലം 6 സെൻറ്റ് ഞാൻ വാങ്ങിച്ചിട്ടിരുന്നു. അതാരും അറിയാതെ അങ്ങ് തട്ടി. അതിൻ്റെ കാശും കൂടെ കൊണ്ടുവന്നു. അത് ഞാൻ ആർട്ടിസ്റ്റുകളുടെ അടുത്തൊന്നും പറഞ്ഞില്ല, കാരണം പറയുന്നത് മോശമല്ലേ. അപ്പോൾ അവർക്കും ഒരു കമ്മിറ്റ്മെൻ്റ് ആവും. അപ്പോൾ അതിൽ ആദ്യം ഉണ്ടായിരുന്ന വ്യക്തി ഒന്ന് അബി, ഒന്ന് നാദിർഷ, പിന്നെ റൊണാൾഡ് പോയ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അതുപോലെ അരവിന്ദാഷ് കുറുപ്പ്, ആൻ്റണി വാഴക്കുളം, ഞാനും ചേർന്ന് ഞങ്ങൾ 6 പേര് നിന്നിട്ടാണ് മിമിക്സ് പീരീഡ് ആരംഭിച്ചത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഫേസ് ഇങ്ങനെ വരണം. അത് മിക്സറിലാണ് മിക്സ് ചെയ്യുന്നത്. അത് നമുക്ക് ചെയ്യാൻ തന്നെ ഉച്ചക്കാണ് ഈ സംഭവം വരുന്നതെല്ലാം, ഈ റെക്കോർഡറെല്ലാം. ഇത് നമ്മൾ റിഹേഴ്സൽ നോക്കി എങ്ങനെ ചെയ്തിട്ടും കറക്റ്റ് ആവണില്ല. കാരണം ഇത് ഓരോ സമയത്ത് ക്യാമറ ഇങ്ങനെ മാറ്റി ചെയ്യണ്ടേ. ഏകദേശം ഈ ടൈറ്റിൽ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി 9:30 മണിയായി. 5:30-6 മണിക്ക് ഷൂട്ട് തുടങ്ങിയിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ടൈറ്റിൽ കറക്റ്റ് ആയത്. ആന്റണി സി അരവിന്ദാഷക്കുറുപ്പ്, പ്രസാദ്, നാദിർഷ, റൊണാൾഡ്, I am introducing myself, Abhi. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഞാൻ, ഡയറക്ടർ എന്ന് പറയുന്ന ഞാൻ, അഭിനയിക്കുന്നത് ഞാൻ, ചായയും കാപ്പിയും വാങ്ങാൻ പോകണമെങ്കിൽ അത് തന്നെ ഞാൻ, എല്ലാത്തിനും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഞാൻ. ഇപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞു എന്ന് ഓർത്തു. കഴിഞ്ഞിട്ട് ടാക്സി വിളിക്കണമെങ്കിൽ ഞാൻ സ്കൂട്ടർ എടുത്ത് പോകണം എന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ പോയി ടാക്സി വിളിച്ചുകൊണ്ട് വരണം. വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി കയറ്റുന്നത്. അതിന് പോലും ആളില്ല. കാരണം ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ആദ്യം തുടക്കമല്ല നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാത്തിനും 1 man ഷോ ആയിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യത്തെ വീഡിയോ കാസറ്റ്. ശ്രീ മമ്മൂട്ടി വടക്കൻ വീരകഥ എന്ന ചിത്രത്തിൽ നിന്ന് ശ്രീ അബി മമ്മൂട്ടി അവതരിപ്പിക്കുന്നു. ഇതോ അംഗം പന്തിപ്പഴുത്ത
വരുന്നത് കണ്ടപ്പോഴൊക്കെ പരിധിക്ക് വെട്ടി ഒഴിഞ്ഞ് നടന്ന് മനസ്സിലാക്കാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക്? ശേഷം എന്തുണ്ട് കയ്യിൽ? പുരഞ്ജയമായി തുടങ്ങിയ സൗഭദ്രമെന്ന് തോന്നിപ്പിക്കാവുന്ന ആ പഴയ പുത്തൂരമളവോ, അതോ പരുതയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവോ? ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. സത്യം പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എനിക്ക് മറ്റൊന്നുമല്ല. ഈ കാസറ്റ് ഗൾഫിലിറങ്ങി കഴിയുമ്പോൾ ഗൾഫിൽ നിന്ന് ഓർഡർ വരും. ആബലച്ചൻ്റെ ഒപ്പമാണല്ലോ ഇതുവരെ പോയിരുന്നത് കലാഭവൻ്റെ ബാനറിൽ. നമ്മുടെ ഒരു ബാനറിൽ ഒരു പരിപാടി പോവുക, അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. അതൊന്നും ഞാൻ പുറത്ത് പറഞ്ഞില്ല, കാരണം പുറത്ത് പറഞ്ഞാൽ അതൊക്കെ നടക്കുമോ ദൈവമേ എന്നൊക്കെ ചിന്തിച്ചു. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സ്ഥലമൊക്കെ വിറ്റ് ഈ കാസറ്റ് എടുത്തതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു എനിക്ക്. അത് മാത്രമല്ല, ഈ സാധനം സെൻസർ ചെയ്യാൻ പോയുള്ള കഥകളുണ്ട്. സെൻസർ ബോർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കും ഈ പറഞ്ഞ കൺഫ്യൂഷനിലായി. കാരണം പല ക്വസ്റ്റ്യൻസും സിനിമയും റീലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നമ്മളെ വീഡിയോ കാസറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെ കുറേ അവരെ വിളിച്ച് അവിടെ ചോദിക്കുന്നു ഇവിടെ ചോദിക്കുന്നു. എനിവേ അവസാനം സെൻസർ ചെയ്ത് സാധനം കിട്ടി. അങ്ങനെ ആ കാസറ്റ് ഇറങ്ങി. അതൊരു ഒരു ഒരു വലിയ തുടക്കമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ ഒരു കാസറ്റിന് ശേഷം ഒരുപാട് വീഡിയോ കാസറ്റുകൾ ഇറങ്ങുകയും ആ കാസറ്റുകളിലൂടെ ഒരുപാട് താരങ്ങൾ മലയാള സിനിമയിലേക്ക് എത്തുകയും ആ കഥകളൊക്കെ ഇനി ഞാൻ പറഞ്ഞു തരാം എത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ തുടക്കക്കാരനാകാൻ സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, ഗൾഫിൽ നിന്ന് ഡാരിഷ് വീഡിയോയിൽ നിന്നും എനിക്കൊരു ഓഫർ വന്നു. അപ്പോൾ ഞങ്ങളൊരു ഗൾഫിൽ പോകാനൊക്കെ തയ്യാറായി വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ എമൗണ്ടിലൊരു വേറൊരു ഓഫർ വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ അത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് മിമിക്സ് പീരീഡ് ഓഫ് കൊച്ചിൻ ഓസ്കാർ ഗൾഫിൽ പോയി പ്രോഗ്രാം നടത്തുകയാണ്. പക്ഷേ ആ ഷോയിൽ ഞാനുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു എനിക്ക് കിട്ടിയ ജീവിതത്തിലെ ആദ്യത്തെ തട്ട്.